കണ്ണൂർ കണ്ണപുരത്തെ സ്ഫോടനത്തിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. പ്രതി അനൂപ് മാലിക് തുടർച്ചയായി സ്ഫോടന കേസുകളിൽ പങ്കാളിയായ സാഹചര്യത്തിലാണ് നീക്കം. പിടിയിലായ അനൂപ് മാലിക്കിനെ സ്ഥലത്തെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. ഇന്നലെ പുലർച്ചെ കണ്ണപുരം കിഴറയിലെ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, ഇന്നലെ നമ്മൾ ആ ഒരു സ്ഫോടന വാർത്ത കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ഞെട്ടലുണ്ടായിരുന്നു. ആളുകളുടെ ഒക്കെ പ്രതികരണം കേൾക്കുമ്പോൾ അടിമുടി ദുരൂഹതയായിരുന്നു. ഇന്നിപ്പോ ഈ ഒരു അനൂപ് മാലിക്കുമായിട്ട് തെളിവെടുപ്പ് ഉണ്ടാകുമോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? ഈ വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്ക് അയാളെ ഇന്നലെയാണ് കാഞ്ഞങ്ങാട് വെച്ച് പോലീസ് പിടികൂടിയത്. ആദ്യം അയാൾ ഒളിവിലായിരുന്നു, പിന്നീട് കാഞ്ഞങ്ങാട് വെച്ച് ഇന്നലെ വൈകുന്നേരത്തോട് പിടികൂടി. ഇപ്പോൾ കണ്ണപുരം സ്റ്റേഷനിലുണ്ട്. ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്താനാണ് നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട്. കാരണം 7 ഇത്തരത്തിലുള്ള സമാനമായ കേസുകളിൽ പ്രതിയാണ് ഈ അനൂപ് മാലിക് എന്ന വ്യക്തി. മാത്രമല്ല, അയാൾക്ക് എന്തുകൊണ്ട് ഇപ്പോഴും സമാനമായ രീതിയിൽ ഈ സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കാനും ഇതൊക്കെ നിർമ്മിക്കാനും അതീവ രഹസ്യമായി ഇത് സൂക്ഷിക്കാനും കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം നേരത്തെ ഇയാൾ ബോംബ് കൈമാറി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തോട്ടടയിൽ കല്യാണ വീട്ടിലുണ്ടായിരുന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാളെ പ്രതി ചേർത്തിരുന്നു. അപ്പോൾ ഇയാൾ ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത് നിർമ്മിക്കുക മാത്രമല്ല, അത് മറ്റാർക്കെങ്കിലും കൈമാറുന്നുണ്ടോ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിനും ഉത്തരവ് ലഭിക്കേണ്ടതുണ്ട്. വിശദമായ മൊഴി ഇന്ന് ഇയാളെ ചോദ്യം ചെയ്ത് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പടക്കം. സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ കാര്യം നോക്കുകയാണെങ്കിൽ ഈ 2 പേര് ഇവിടെ വാടകയ്ക്ക് താമസിക്കാനായി എത്തുന്നു. ഇവർ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ആ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏക കിട്ടിയിട്ടുള്ള ഒരു തുമ്പ് അനൂപ് മാലിക്കാണ്. അപ്പോൾ ഇയാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അയാൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടോ? ഈ പ്രതിയായ അനൂപ് മാലിക്കിന് ഉന്നത സ്വാധീനമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടാകാം ഇപ്പോൾ സമാനമായ കേസുകളിൽ പ്രതിയായിട്ടും വീണ്ടും വീണ്ടും ഇയാൾക്ക് ഇതിനുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി വലുതാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറാനുള്ള തീരുമാനം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇയാളെ പിടികൂടി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് വിശദമായ മൊഴി ഇനിയും രേഖപ്പെടുത്തും. ഇയാൾ അതായത് സ്വാഭാവികമായും അവിടെ കൊല്ലപ്പെട്ട ഒരാളുണ്ട്, അത് ഈ അനൂപ് മാലിക്കിൻ്റെ ബന്ധുവാണ്. അയാളെ കുറ്റം ചാരി ഇയാൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ സമാനമായ കേസുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി വിശദമായ അന്വേഷണം നടത്താനുള്ള ഇപ്പോഴത്തെ പോലീസിൻ്റെ നീക്കം. ഏതായാലും കണ്ണപുരം പോലീസ് സ്റ്റേഷനിലുണ്ട് ഇപ്പോൾ പ്രതി. ഇയാളെ അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയതാണ്. അല്പസമയത്തിനകം തെളിവെടുപ്പ് അടക്കം നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അടക്കം ആരോപിച്ചിരുന്നു ഇയാൾക്ക് കോൺഗ്രസ് ബന്ധമുണ്ടെന്ന്. എന്നാൽ കോൺഗ്രസ് അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇയാൾ ഈ സ്ഫോടക വസ്തുക്കൾ ആർക്കൊക്കെ കൈമാറുന്നുണ്ട്, അതിൽ ആരൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൈമാറിയിട്ടുള്ളത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ശരി ഫെലിക്സ്, എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക. ഇപ്പോൾ ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. കണ്ണൂർ കണ്ണപുരത്താണ്, കിടറയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്.